1984 മറ്റു കുട്ടികൾ വീഡിയോ ഗെയിം കളിച്ചു നടന്നപ്പോൾ 12 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തമായി ഒരു വീഡിയോ ഗെയിം കോഡ് ചെയ്തുണ്ടാക്കുകയായിരുന്നു. അവൻ ഒരു പ്രതിഭയായിരുന്നു, മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തൻ. അതുകൊണ്ട് തന്നെ അവന് കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല. അവൻ ഒരുപാട് കളിയാക്കലുകൾക്കിരയായി. പക്ഷേ അപ്പോഴും അവൻ തളർന്നില്ല. ഇന്ന് റോക്കറ്റുകളും ഇലക്ട്രിക് കാറുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളും നിർമ്മിച്ച് അതേ കുട്ടി ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായി മാറിയിരിക്കുന്നു. ഇത് എലോൺ മസ്കിന്റെ കഥയാണ്. സാധാരണക്കാരനായ ഒരു കുട്ടിയിൽ നിന്ന് ലോകത്തെ മാറ്റിമറിച്ച ഒരു സംരംഭകനിലേക്കുള്ള അദ്ദേഹത്തിന്റെ അസാധാരണമായ യാത്ര നമുക്ക് നോക്കാം. എലോൺ മസ്ക് എന്ന മനുഷ്യനെ പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളും നേരിട്ട വെല്ലുവിളികളും താല്പര്യങ്ങളുമാണ് പിൽക്കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ദീർഘവീക്ഷണമുള്ള സംരംഭകനായി അദ്ദേഹത്തെ രൂപപ്പെടുത്തിയത്. 1971 ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയ എന്ന നഗരത്തിലാണ് എലോൺ മസ്ക് ജനിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറും അമ്മ ഒരു മോഡലും ഡയറ്റീഷ്യനുമായിരുന്നു. കുട്ടിക്കാലത്ത് എലോണിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവൻ പലപ്പോഴും ഒരു തരം മയക്കത്തിലോ സ്വപ്നാവസ്ഥയിലോ ആകുമായിരുന്നു. ആ സമയങ്ങളിൽ ചുറ്റും എന്ത് സംഭവിച്ചാലും അവനൊന്നും അറിയുമായിരുന്നില്ല. അവന്റെ കേൾവിക്ക് എന്തോ തകരാറുണ്ടെന്നാണ് മാതാപിതാക്കളും ഡോക്ടർമാരും കരുതിയത്. എന്നാൽ പിന്നീട് മനസ്സിലായി ആ സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ തലച്ചോർ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന്. പുറം ലോകവുമായി ബന്ധം വിച്ഛേദിച്ച് സങ്കീർണമായ ആശയങ്ങൾ മനസ്സിൽ കാണുന്നതിനായി തലച്ചോറിലെ മുഴുവൻ ഊർജ്ജവും അവൻ ഉപയോഗിക്കുമായിരുന്നു. എലോൺ മണിക്കൂറുകളോളം എൻസൈക്ലോപീഡിയയും സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങളും വായിക്കുമായിരുന്നു. ഈ പുസ്തകങ്ങൾ അവനെ അങ്ങേയറ്റം ബുദ്ധിമാനാക്കി. ഒരു രാത്രി അവൻ തന്റെ കസിൻസിനൊപ്പം പുറത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരിൽ ഒരാൾ തനിക്ക് ഇരുട്ടിനെ പേടിയാണെന്ന് പറഞ്ഞു. എലോൺ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഇരുട്ട് എന്നത് പ്രകാശത്തിന്റെ അഭാവം മാത്രമാണ്. എപ്പോഴും വസ്തുക്കളെയും യുക്തിയെയും അടിസ്ഥാനമാക്കിയായിരുന്നു അവൻ സംസാരിച്ചിരുന്നത്. ഇത് മറ്റു കുട്ടികൾക്ക് അവനോട് ദേഷ്യമുണ്ടാക്കാൻ കാരണമായി. സ്കൂളിൽ അവനെ ക്രൂരമായി കളിയാക്കിയിരുന്നു. ഒരിക്കൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവനെ കോണിപ്പണിയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് മർദ്ദിച്ചു. ഗുരുതരമായ പരിക്കുകളോടെ അവനെ ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി പോലും വന്നു. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം എലോണിനെ കൂടുതൽ ശക്തനാക്കി. വേദനയും കഷ്ടപ്പാടും സഹിക്കാൻ അവനെ പഠിപ്പിച്ചു. 10ാം വയസ്സിൽ ഒരു മാളിൽ വെച്ച് അവൻ ആദ്യമായി ഒരു കമ്പ്യൂട്ടർ കണ്ടു. അതിൽ ആകൃഷ്ടനായ അവൻ അച്ഛനോട് അത് വാങ്ങിത്തരാൻ വാശി പിടിച്ചു. ഒടുവിൽ 5 KB മാത്രം മെമ്മറിയുള്ള ആ കമ്പ്യൂട്ടർ അവന് ലഭിച്ചു. അതോടൊപ്പം ബേസിക് പ്രോഗ്രാമിംഗ് പഠിക്കാനുള്ള ഒരു പുസ്തകവും. സാധാരണ 6 മാസം കൊണ്ട് പഠിച്ചു തീർക്കേണ്ട ആ പുസ്തകം ഉറങ്ങാതെ തുടർച്ചയായി ഇരുന്ന് വെറും 3 ദിവസം കൊണ്ട് കുഞ്ഞു എലോൺ പഠിച്ചു തീർത്തു. അങ്ങനെ 1984 തന്റെ 12ാം വയസ്സിൽ ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ബ്ലാസ്റ്റർ എന്ന പേരിൽ ഒരു വീഡിയോ ഗെയിം അവൻ ഉണ്ടാക്കി. അന്യഗ്രഹ ജീവികളുടെ കപ്പലുകളെ നശിപ്പിക്കേണ്ട ഒരു സ്പേസ് ഷൂട്ടർ ഗെയിമായിരുന്നു അത്. ആ ഗെയിം ഒരു കമ്പനിക്ക് $500 വിൽക്കുകയും ചെയ്തു. സാങ്കേതികമായി അതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബിസിനസ്. ലോകത്ത് ഇന്റർനെറ്റ് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് എലോൺ മസ്ക് തന്റെ കരിയർ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ രണ്ട് സ്റ്റാർട്ടപ്പുകളായ Zip2ഉം X.com സിലിക്കൺ വാലിയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവേശനമായിരുന്നു. അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക നേട്ടം നൽകി എന്നതിലുപരി വൻ വിജയങ്ങളും കോർപ്പറേറ്റ് ലോകത്തിലുള്ള ചതിക്കുഴികളും നേരിട്ട് മനസ്സിലാക്കാനുള്ള വിലപ്പെട്ട അനുഭവവും ഇത് നൽകി. ഈ സംരംഭങ്ങൾ അദ്ദേഹത്തിന്റെ ഭാവിയിലെ കമ്പനികളെ നിർവചിക്കുന്ന 2 നിർണായക പാഠങ്ങൾ പഠിപ്പിച്ചു. ഒരു പുതിയ വ്യവസായത്തിൽ ആദ്യം മുന്നേറുന്നതിന്റെ ശക്തിയും സ്വന്തം കാഴ്ചപ്പാടാൽ പൂർണ്ണമായ നിയന്ത്രണം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും. 17ാം വയസ്സിൽ കാനഡയിലേക്കും പിന്നീട് അമേരിക്കയിലേക്കും താമസം മാറിയ മസ്ക് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ പഠനം പൂർത്തിയാക്കി. 1995 കോളേജിന് ശേഷം എലോണും സഹോദരൻ കിംബലും ചേർന്ന് സ്വന്തമായ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ തീരുമാനിച്ചു. അക്കാലത്ത് പ്രാദേശിക ബിസിനസ്സുകളെ കണ്ടെത്താൻ ആളുകൾ എപ്പോഴും പേപ്പർ ഡയറക്ടറികളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിനൊരു പരിഹാരമായി നഗരത്തിലെ എല്ലാ ബിസിനസ്സുകളെയും ഓൺലൈനായി ലിസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് എന്ന ആശയം എലോണിന് തോന്നി. അവർ ആ സ്റ്റാർട്ടപ്പിന് Zip2 എന്ന് പേരിട്ടു. ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത് അവർ ജോലി തുടങ്ങി. എലോൺ രാവും പകലും കോഡിംഗ് ചെയ്യുമ്പോൾ കിംബൽ ഓരോ കടകളിലും കയറി ഇറങ്ങി Zip2ന് ലിസ്റ്റ് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചു. അവരുടെ കഠിനാധ്വാനം ഫലം കണ്ടു. Zip2 അതിവേഗം വളർന്നു. ആദ്യം $3 മില്യൺ പിന്നീട് $50 മില്യൺ ഫണ്ടിംഗ് ലഭിച്ചു. 1999 ഇന്റർനെറ്റ് ബൂമിംഗിന്റെ ഉച്ചസ്ഥായിയിൽ കമ്പ്യൂട്ടർ നിർമ്മാതാക്കളായ കോംപാക് Zip2നെ $307 മില്യൺ ഏറ്റെടുത്തു. അതിൽ നിന്ന് തന്റെ ഓഹരിയായി എലോണിന് $22 മില്യൺ ലഭിച്ചു. വെറും 27 വയസ്സുള്ളപ്പോൾ എലോൺ മസ്ക് ഒരു മൾട്ടി മില്യണറായി മാറി. ഈ വിജയത്തിന് ശേഷം ബാങ്കിംഗ് രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ബാങ്കിങ്ങിന്റെ എല്ലാ വശങ്ങളും പേയ്മെന്റുകൾ, നിക്ഷേപങ്ങൾ, വായ്പകൾ പൂർണ്ണമായും ഓൺലൈനാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഈ കാഴ്ചപ്പാടോടെ 1999 അദ്ദേഹം X.com എന്ന ഓൺലൈൻ ബാങ്കിംഗ് ആരംഭിച്ചു. ഉപഭോക്താക്കളെ ആകർഷിക്കാൻ പുതുതായി ചേരുന്ന ഓരോ ഉപയോക്താവിനും $20 മറ്റൊരാളെ റെഫർ ചെയ്യുന്നതിന് $10 നൽകുന്ന മികച്ച മാർക്കറ്റിംഗ് തന്ത്രം അദ്ദേഹം ആവിഷ്കരിച്ചു. ഈ തന്ത്രം വൻ വിജയമായി.
വെറും 2 മാസത്തിനുള്ളിൽ 2 ലക്ഷം ഉപയോക്താക്കളെ നേടാൻ X.comന് കഴിഞ്ഞു. എന്നാൽ ഈ രംഗത്ത് പീറ്റർ തീൽ എന്ന സംരംഭകന്റെ പേപാൽ എന്ന കമ്പനിയുമായി കടുത്ത മത്സരം നേരിടേണ്ടി വന്നു. മത്സരം തുടർന്നാൽ ഇരു കമ്പനികളും തകരുമെന്ന് മനസ്സിലാക്കിയ അവർ 2000-ൽ ഒന്നിക്കാൻ തീരുമാനിച്ചു. പുതിയ കമ്പനിയുടെ ഏറ്റവും വലിയ ഓഹരിയുടമയും സിഇഒയും ആയി എലോൺ മാറി. എന്നാൽ കമ്പനിയുടെ പേര് X.com എന്നായിരിക്കണമെന്ന എലോണിന്റെ നിർബന്ധവും അദ്ദേഹത്തിന്റെ കണിശമായ മാനേജ്മെന്റ് രീതികളും മറ്റ് സ്ഥാപകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായി. അതേസമയം എലോൺ തന്റെ ഹണിമൂണിനായി ഓസ്ട്രേലിയയിലേക്ക് പോയ തക്കം നോക്കി കമ്പനിയിലെ മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സിഇഒ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. തിരിച്ചു വന്ന ശേഷം അധികാരം തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു. എന്നിരുന്നാലും അദ്ദേഹം പേപാലിന്റെ ഏറ്റവും വലിയ ഓഹരി ഉടമയായി തുടർന്നു. പിന്നീട് പേപാൽ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട കമ്പനിയെ 2002-ൽ eBay $1.5 ബില്യൺ വാങ്ങി. ഇതിൽ നിന്ന് എലോണിന് $180 ബില്യൺ ലഭിച്ചു. ഈ വിജയങ്ങൾക്ക് പിന്നാലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയൊരു ദുരന്തവും ഉണ്ടായി. അതോടെ അദ്ദേഹത്തിന്റെ ജീവിതം പുതിയതും കൂടുതൽ ധീരവുമായ ഒരു ദിശയിലേക്ക് തിരിഞ്ഞു. ഇന്റർനെറ്റ് സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് അതിസങ്കീർണവും ഉയർന്ന അപകട സാധ്യതയുമുള്ള ബഹിരാകാശ വ്യവസായത്തിലേക്ക് മാറാനുള്ള എലോൺ മസ്കിന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ അഭിലാഷങ്ങളെ ഒരു വമ്പൻ കുതിച്ചുചാട്ടമായിരുന്നു. കുട്ടിക്കാലത്തെ ബഹിരാകാശത്തോടുള്ള താല്പര്യവും എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇതുവരെ ചൊവ്വയിൽ പോകാത്തത് എന്ന ഒരൊറ്റ ചോദ്യവുമാണ് അദ്ദേഹത്തിനെ ഈ മേഖലയിലേക്ക് നയിച്ചത്. ഈ സമയത്താണ് അദ്ദേഹത്തിന് തന്റെ 2.5 മാസം പ്രായമുള്ള മകനെ ഒരു അസുഖം മൂലം നഷ്ടപ്പെട്ടത്. കുട്ടിക്കാലത്ത് കളിയാക്കലുകളെ നേരിടാൻ പുസ്തകങ്ങളെയും പ്രോഗ്രാമുകളെയും ആശ്രയിച്ചതുപോലെ മകന്റെ മരണദുഃഖം മറയ്ക്കാൻ അദ്ദേഹം പൂർണ്ണമായും ജോലിയിൽ മുഴുകി. ചൊവ്വയിൽ ഒരു ഹരിതഗൃഹം അഥവാ ഗ്രീൻ ഹൗസ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം മാർസ് ഒയാസിസ് പ്രോജക്ട് ആരംഭിച്ചു. ഇതിനായി റഷ്യയിൽ നിന്ന് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വാങ്ങാൻ അദ്ദേഹം പോയി. എന്നാൽ റഷ്യക്കാർ അദ്ദേഹത്തെ ഗൗരവമായി എടുത്തില്ല. മാത്രമല്ല അവർ ആവശ്യപ്പെട്ട വില വളരെ കൂടുതലുമായിരുന്നു. റഷ്യയിൽ നിന്ന് നിരാശനായി വിമാനത്തിൽ മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങൾ തളർന്നിരിക്കുകയായിരുന്നു. എന്നാൽ എലോൺ തന്റെ ലാപ്ടോപ്പിൽ തീവ്രമായ കണക്കുകൂട്ടലുകളിൽ മുഴുകിയിരുന്നു. ചുറ്റുമുള്ള നിരാശയെ വകവയ്ക്കാതെ പെട്ടെന്ന് അദ്ദേഹം തന്റെ സഹപ്രവർത്തകർക്ക് നേരെ തിരിഞ്ഞൊരു പ്രഖ്യാപനം നടത്തി. നമ്മൾ റോക്കറ്റുകൾ സ്വയം നിർമ്മിക്കും. ഒരു റോക്കറ്റ് നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കളുടെ വില റോക്കറ്റിന്റെ ആകെ വിലയുടെ 2 മുതൽ 3% മാത്രമാണെന്ന് അദ്ദേഹം ആ നിമിഷം കൊണ്ട് കണക്കുകൂട്ടിയെടുത്തിരുന്നു. ഈ തിരിച്ചറിവിലാണ് 2002 ജൂണിൽ സ്പേസ് എക്സ് പിറവിയെടുക്കുന്നത്. വ്യവസായത്തിലെ ഏറ്റവും വില കുറഞ്ഞ റോക്കറ്റുകൾ നിർമ്മിക്കാൻ അദ്ദേഹം നൂതനമായ പല തന്ത്രങ്ങളും ഉപയോഗിച്ചു. ഡിസൈൻ നിർമ്മാണ രീതികളെ ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചു. റോക്കറ്റിന്റെ മിക്ക ഭാഗങ്ങളും പുറത്തുനിന്ന് വാങ്ങുന്നതിന് പകരം സ്വന്തമായി നിർമ്മിക്കാൻ തുടങ്ങി. ചിലവേറിയ ഘടകങ്ങൾക്ക് പകരം വില കുറഞ്ഞതും എന്നാൽ കാര്യക്ഷമമായ ഘടകങ്ങൾ ഉപയോഗിച്ചു. ഈ തീരുമാനങ്ങൾ ബഹിരാകാശ യാത്രയുടെ ചരിത്രത്തെ മാറ്റിമറിക്കാനുള്ള ആദ്യ ചുവടുവെപ്പുകളായിരുന്നു. എന്നാൽ ഫാൽക്കൺ 1 റോക്കറ്റിന്റെ വിക്ഷേപണം എന്ന വലിയ വെല്ലുവിളി അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നു. സ്പേസ് എക്സിന്റെ കഥയോടൊപ്പം സമാന്തരമായി മുന്നോട്ട് പോയ ഒന്നാണ് ടെസ്ലയുടെ കഥ. ലോകം ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് മാറുന്നത് അനിവാര്യമാണെന്ന് എലോൺ മുൻകൂട്ടി കണ്ടു. ഇലക്ട്രിക് കാറുകളും വെറും ഒരു ബദലായിട്ടല്ല, മറിച്ച് എല്ലാ അർത്ഥത്തിലും പെട്രോൾ കാറുകളെക്കാൾ മികച്ചതാക്കി മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ഇതേ കാഴ്ചപ്പാടോടെ പ്രവർത്തിച്ചിരുന്ന മാർട്ടിൻ മാർക്ക് എന്നീ എഞ്ചിനീയർമാർ സ്ഥാപിച്ച ടെസ്ല മോട്ടോഴ്സ് എന്ന സ്റ്റാർട്ടപ്പിനെ കുറിച്ച് അദ്ദേഹം അറിഞ്ഞു. ഉയർന്ന പ്രകടനശേഷിയുള്ള ഒരു ഇലക്ട്രിക് സ്പോർട്സ് കാറായ റോഡ്സ്റ്റർ നിർമ്മിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. മികച്ച റേഞ്ചും വേഗതയുമുള്ള ചാർജിംഗും നൽകുന്നതിനായി ലിഥിയം അയൺ ബാറ്ററികൾ ഉപയോഗിച്ചതും വെറും 4 സെക്കൻഡുകളിൽ 0-ൽ നിന്ന് 100 കിലോമീറ്റർ വേഗതയിൽ കൈവരിക്കാൻ ലക്ഷ്യമിട്ടതും ടെസ്ലയുടെ പ്രധാന കണ്ടുപിടുത്തങ്ങളായിരുന്നു. ഈ ദർശനത്തിൽ ആകർഷകനായ എലോൺ 2004-ൽ $6.5 മില്യൺ ടെസ്ലയിൽ നിക്ഷേപിച്ചു. എന്നാൽ പുതിയ ബാറ്ററി സാങ്കേതിക വിദ്യയും വർദ്ധിച്ചു വരുന്ന നിർമ്മാണ ചെലവും കമ്പനിക്ക് വലിയ വെല്ലുവിളിയായി. ഒരു കാറിന് $65,000 നിർമ്മാണ ചെലവ് പ്രതീക്ഷിച്ചിരുന്നിടത്ത് അത് $1 ലക്ഷം ഉയർന്നു. പ്രതിസന്ധി മനസ്സിലാക്കിയ എലോൺ കമ്പനി സിഇഒ ആയി സ്വയം ചുമതല ഏറ്റെടുത്തു. എന്നാൽ ലോകം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയായിരുന്നു. അത് ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും ഭാവിയെ ഒരു നൂൽപാലത്തിൽ നിർത്തി. എലോൺ മസ്കിന്റെ സംരംഭക ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വർഷമായിരുന്നു 2008. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിൽ അദ്ദേഹത്തിന്റെ 2 വിപ്ലവകരമായ കമ്പനികളും സ്പേസ് എക്സും ടെസ്ലയും ഒരേ സമയം തകർച്ചയുടെ വക്കിലായിരുന്നു. അദ്ദേഹം അനുഭവിച്ച സമ്മർദ്ദം ഊഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. 2008 ഓഗസ്റ്റിൽ ഫാൽക്കൺ 1 റോക്കറ്റിന്റെ തുടർച്ചയായ 3ാമത്തെ വിക്ഷേപണവും പരാജയപ്പെട്ടപ്പോൾ സ്പേസ് എക്സിലെ എല്ലാവരും തകർന്നുപോയി. ഇനി ഒരു വിക്ഷേപണത്തിനുള്ള പണം മാത്രമേ കമ്പനിയുടെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം ടെസ്ലയാകട്ടെ പാപ്പരാകുന്നതിന്റെ വക്കിലുമായിരുന്നു. മറ്റ് നിക്ഷേപകർ കൂടുതൽ പണം മുടക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. എന്നാൽ എലോൺ തകർന്നില്ല. തന്റെ മെക്ലാരൻ കാർ ഉൾപ്പെടെയുള്ള വ്യക്തിഗത ആസ്തികൾ വിറ്റ് അദ്ദേഹം ആ പണം ടെസ്ലയിൽ നിക്ഷേപിച്ചു. കമ്പനിയെ കുറച്ച് ദിവസങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം. ഒടുവിൽ 2008 സെപ്റ്റംബറിൽ ഫാൽക്കൺ 1ന്റെ 4ാമത്തെ വിക്ഷേപണത്തിനുള്ള ദിവസമെത്തി. സ്പേസ് എക്സിന്റെയും ഇലോൺ മസ്കിന്റെയും മുഴുവൻ ഭാവിയും ആ ഒരൊറ്റ റോക്കറ്റിനെ ആശ്രയിച്ചിരുന്നു. കൺട്രോൾ റൂമിൽ സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദതയായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ഉത്കണ്ഠ നിഴലിച്ചു. കൗണ്ട് ഡൗൺ അവസാനിച്ചു. റോക്കറ്റ് ആകാശത്തേക്ക് കുതിച്ചുയർന്നു. ഓരോ ഘട്ടവും വേർപിരിയുമ്പോൾ കൺട്രോളറുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, 1ാം ഘട്ടം വിജയമായിരിക്കുന്നു, 2ാം ഘട്ടം വിജയമായിരിക്കുന്നു, 3ാം ഘട്ടവും വിജയമായിരിക്കുന്നു. എന്നിട്ടും ആരും ആഘോഷിച്ചില്ല.
കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം സ്ക്രീനിൽ സ്ഥിരീകരണം തെളിഞ്ഞു. ഫാൽക്കൺ 1 ഭ്രമണപഥത്തിൽ എത്തിയിരിക്കുന്നു. അതോടെ കൺട്രോൾ റൂം ആഹ്ലാദാരവങ്ങളാൽ മുഖരിതമായി. ആശ്വാസത്തിന്റെയും വിജയത്തിന്റെയും കണ്ണുനീർ എല്ലാവരുടെയും മുഖത്ത് തിളങ്ങി. ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ കമ്പനിയായി സ്പേസ് എക്സ് മാറി. ഈ വിജയത്തിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷം നാസ $1.6 ബില്യൺ ഒരു കരാർ സ്പേസ് എക്സിന് നൽകി. എന്നാൽ മറുവശത്ത് ടെസ്ല അപ്പോഴും പ്രതിസന്ധിയിലായിരുന്നു. സ്പേസ് എക്സിന്റെ വിജയത്തിൽ നിന്ന് ലഭിച്ച ആത്മവിശ്വാസത്തോടെ എലോൺ വ്യക്തിപരമായ നിക്ഷേപകരെ സമീപിച്ച് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഒടുവിൽ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം ഫലം കണ്ടു. ക്രിസ്മസ് തലേന്ന് $40 മില്യൺ അടിയന്തര ഫണ്ടിംഗ് ലഭിച്ചു. തകർച്ചയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ടെസ്ല രക്ഷപ്പെട്ടു. അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവിലൂടെ ഒരേ വർഷം തന്റെ 2 കമ്പനികളെയും അദ്ദേഹം നാശത്തിൽ നിന്നും കരകയറ്റി. 2008 വിജയം ഒരു അവസാനമായിരുന്നില്ല, മറിച്ച് ഭാവിയെ പുനർനിർമ്മിക്കാനുള്ള എലോൺ മസ്കിന്റെ ദൗത്യത്തിന്റെ യഥാർത്ഥ തുടക്കമായിരുന്നു. ഈ വിജയങ്ങൾ അദ്ദേഹത്തിന് മൂലധനം മാത്രമല്ല നൽകിയത്, അതിലുപരി അത് അദ്ദേഹത്തിന് വിശ്വാസ്യത നൽകി. നാസയുടെ കരാർ സ്പേസ് എക്സിനെ ഗൗരവമേറിയ ഒരു കളിക്കാരനായി അംഗീകരിച്ചു. കൂടാതെ ടെസ്ലയെ രക്ഷിച്ചത് നിക്ഷേപകർക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി തെളിയിച്ചു. ഈ വിശ്വാസ്യതയായിരുന്നു കൂടുതൽ പണം സമാഹരിക്കാനും മികച്ച പ്രതിഭകളെ ആകർഷിക്കാനും സാമ്രാജ്യത്വ ഘട്ടത്തിലേക്ക് നയിച്ച വലിയ അപകട സാധ്യതകൾ ഏറ്റെടുക്കാനും അദ്ദേഹം ഉപയോഗിച്ച കറൻസി. 2008 ശേഷം ടെസ്ല വൻ കുതിപ്പാണ് നടത്തിയത്. 2012 പുറത്തിറങ്ങിയ മോഡൽ എസ് കാർ വ്യവസായത്തിൽ ഒരു പുതിയ തരംഗം സൃഷ്ടിച്ചു. അതിന്റെ 17-ഇഞ്ച് ടച്ച് സ്ക്രീൻ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ, മികച്ച പ്രകടനം എന്നിവ അതിനെ കാർ ഓഫ് ദ ഇയർ ആക്കി മാറ്റി. തുടർന്ന് മോഡൽ എക്സ്, മോഡൽ 3, മോഡൽ Y എന്നിവ പുറത്തിറങ്ങി. 2017 ആയപ്പോഴേക്കും ടെസ്ല ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കാർ കമ്പനിയായി മാറി. അതേസമയം സ്പേസ് എക്സ് ഫാൽക്കൺ 9 എന്ന കൂടുതൽ ശക്തമായ റോക്കറ്റ് വികസിപ്പിച്ചു. 2015 പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകൾ വിക്ഷേപിച്ച് അവർ ബഹിരാകാശ യാത്രയുടെ ചെലവ് ഗണ്യമായി കുറച്ചു. സ്റ്റാർലിങ്ക് എന്ന പദ്ധതിയിലൂടെ ലോകമെമ്പാടും ഇന്റർനെറ്റ് സേവനം നൽകാൻ തുടങ്ങി. ഇന്ന് മനുഷ്യരെ ചൊവ്വയിലെത്തിക്കാൻ ശേഷിയുള്ള സ്റ്റാർഷിപ്പ് എന്ന ഭീമൻ റോക്കറ്റിന്റെ നിർമ്മാണത്തിലാണ് അവർ. ഇവ കൂടാതെ ഗതാഗത രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ദ ബോറിംഗ് കമ്പനി, ഹൈപ്പർലൂപ്പ് എന്നീ ആശയങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചു. 2015 മനുഷ്യന്റെ തലച്ചോറിനെയും കമ്പ്യൂട്ടറിനെയും ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ന്യൂറാലിങ്ക് ആരംഭിച്ചു. 2023 ട്വിറ്റർ ഏറ്റെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയ രംഗത്തേക്കും XAI എന്ന കമ്പനിയിലൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തേക്കും അദ്ദേഹം ചുവടുവെച്ചു. $200 ബില്യൺ ആസ്തിയോടെ എലോൺ മസ്ക് അഭൂതപൂർവമായ വിജയങ്ങൾ നേടിയപ്പോൾ അത്ര തന്നെ വിവാദങ്ങളിലും അദ്ദേഹം ഉൾപ്പെട്ടു. അദ്ദേഹത്തിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ജീവനക്കാരിൽ നിന്ന് അമിതമായ ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് പരാതികൾ ഉയർന്നിട്ടുണ്ട്. ട്വിറ്റർ ഏറ്റെടുത്തതിന് ശേഷം ആയിരക്കണക്കിന് ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ടത് വലിയ വിവാദമായി. അദ്ദേഹത്തിന് പല ട്വീറ്റുകളും ഓഹരി വിപണിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് വലിയ സംഭാവനകൾ നൽകുന്നതിലൂടെയും പ്രസിഡന്റ് ട്രംപിനെ പോലും രാഷ്ട്രീയ നേതാക്കളുമായുള്ള അടുപ്പത്തിലൂടെയും പണവും രാഷ്ട്രീയ ശക്തിയും ചേർന്ന ഒരു അപകടകരമായ കൂട്ടുകെട്ട് അദ്ദേഹം സൃഷ്ടിക്കുന്നുവെന്ന് ചിലർ ഭയപ്പെടുന്നു. എലോൺ മസ്കിന്റെ ജീവിതം ഒരു സാധാരണ കഥയല്ല. ഇത് ധൈര്യത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും പരാജയങ്ങൾ തളരാത്ത ഇച്ഛാശക്തിയുടെയും കഥയാണ്. ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ നല്ലൊരു ഭാവിക്കായി മാറാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായാണ് അദ്ദേഹം എന്നതിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യം 100% ശരിയാണ്. ഇദ്ദേഹത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുകയോ വെറുക്കുകയോ ചെയ്യാം, പക്ഷേ അവഗണിക്കാൻ സാധിക്കില്ല. കാരണം ഈ മനുഷ്യൻ ഭാവിക്കായി കാത്തിരിക്കുകയല്ല, അദ്ദേഹം ഭാവിയെ സ്വയം നിർമ്മിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോ കാണാൻ ശുപാർശ ചെയ്യുന്നു. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.